Hey, good evening. Praise God. We especially want to thank all of those who are coming for the first time. We welcome you in the name of our Lord and Savior Jesus Christ. ദൈവത്തിന് അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ആദ്യമായിട്ട് ആരാധനയ്ക്കായി കടന്നു വന്ന എല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. Especially Rahul and Gayatri are coming the first Sunday, right after the wedding. പ്രത്യേകിച്ചും രാഹുലും ഗായത്രി മോളും അവരുടെ വിവാഹത്തിന് ശേഷം ആദ്യത്തെ ഞായറാഴ്ച കടന്നു വരികയാണ്. So this is a combined service. We said English, Malayalam, which is English, Malayalam and Hindi also. ഇത് മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും കൂടെ കൂടിക്കലർന്ന ഒരു യോഗമാണ്. Okay, so are we all looking forward to 2024? Yes. നമ്മളെല്ലാവരും 2024 ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുകയാണോ? All got fed up of 2023, had enough of 2023 ആവശ്യത്തിലധികം അനുഭവിച്ച് അതുമായിട്ട് മടുത്ത് ഇരിക്കുകയാണോ? So normally at the end of the year, what is it that we do? We sort of reflect on certain things. സാധാരണ വർഷാവസാനത്തിൽ നാം എന്താ ചെയ്യും? ചില കാര്യങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ വിചിന്തനം ചെയ്യും. We reflect on God's faithfulness in our lives. നമ്മള് ദൈവത്തിന്റെ നമ്മുടെ ജീവിതത്തിലുള്ള വിശ്വസ്തതയെ കുറിച്ച് ചിന്തിക്കും. And then we reflect on where we messed up. അതിനുശേഷം നമ്മളുടെ ജീവിതം എവിടെയെല്ലാമാണ് നമ്മള് കലുഷിതമാക്കിയതെന്ന് ചിന്തിക്കും. And then we look forward into goals for the new year. അതിനുശേഷം നമ്മള് പുതുവർഷത്തില് നമ്മുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് ചിന്തിക്കും. We say, this year I messed up in this way, that way, that okay, next year I need to do this so that I don't mess up on certain things. ഈ ഒരു കടന്നുപോയ വർഷം ഞാൻ ഇന്ന മേഖലകളില് പരാജയപ്പെട്ടു, അവിടെയെല്ലാം ഞാൻ ആകപ്പാടെ എല്ലാം എന്റെ ജീവിതത്തെ കലക്കി മറിച്ചു. പുതുവർഷത്തില് ഞാൻ ഏതൊക്കെ രീതിയിലായിരിക്കും എന്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നത്? And most people sort of try to set some sort of goals for the new year. മിക്കവാറുമുള്ള ആളുകള് പുതുവർഷത്തിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചില ലക്ഷ്യങ്ങൾ വെക്കും. Sometimes we are so fed up of not keeping any goals, then we say, there's no point in keeping any goals. ചില ആളുകൾ ഇങ്ങനെ പറയുമായിരിക്കും, ഏതായാലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പലപ്പോഴും തീരുമാനങ്ങൾ എടുത്ത് ലക്ഷ്യങ്ങൾ വെച്ചെങ്കിൽ ഒന്നും സാധിച്ചില്ല, ഇനി എന്താ അടുത്ത വർഷത്തേക്കും പുതിയ ലക്ഷ്യങ്ങളൊന്നും വെച്ചിട്ട് വലിയ കാര്യമില്ല. But most people around the world, they try to set some goals. ലോകത്തിൽ മിക്കവാറുമുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള ചില ലക്ഷ്യങ്ങൾ വെക്കും. The people of this world, the people who are focused in this world, who are ambitious, will set goals with regard to this world. ഈ ലോകത്തെ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ഉന്നതമായ ആഗ്രഹങ്ങളും വാഞ്ചകളും ഉള്ളവര് ചില ഗോളുകൾ, ചില ലക്ഷ്യങ്ങൾ അവർ വെക്കും. The company might say, this year we have to work extra hard. This year you are working only, who's that person who said, somebody, Satyamurthy said, no, we have to work how much? 18 hours a day. No, you're working only 12 hours. That's not good enough. Maybe 18 hours if you want to accomplish something, right? ചില ആളുകൾ പറയും, ഈ വർഷത്തേക്കാൾ അധികമായിട്ട് അടുത്ത വർഷം നാം അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും കമ്പനികളൊക്കെ അവരുടെ ലക്ഷ്യങ്ങള് അവര് നേടുവാനുള്ള ലക്ഷ്യങ്ങള് കൂടുതലായിട്ട്, സത്യമൂർത്തി ആണെന്ന് തോന്നുന്നു, ഒരു വ്യക്തി പറഞ്ഞു, ഈ വർഷം നമ്മൾ കടന്നുപോയ വർഷം 12 മണിക്കൂറേ ജോലി ചെയ്യുള്ളൂ. 12 മണിക്കൂറായിരുന്നു നമ്മുടെ ജോലി സമയം. അടുത്ത വർഷം അത് 18 മണിക്കൂറായിട്ട് ഉയർത്തണം. And we can have those ambitious goals. I'm going to do this, I'm going to reach this, I'm going to go up the ladder of this world. നമുക്ക് അങ്ങനെയുള്ള ലക്ഷ്യങ്ങള് നമുക്ക് ജീവിതത്തിൽ വയ്ക്കാം. നമ്മുടെ ഉയർച്ചയുടെ പടികള് ഓരോന്നോരോന്നായി ഉയർത്തി വെക്കാൻ പറ്റും. These are sort of worldly goals that we can have. ഇങ്ങനെയുള്ള ലോകപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെക്കാൻ കഴിയും.
And in the Bible, there was this guy who had this ambition goal. He said he had a bumper harvest, and he said, "This is what I'm going to do. I'm going to tear down my barns. I'm going to build bigger barns." വേദപുസ്തകത്തില് ഇങ്ങനെ ഒരു ലക്ഷ്യം വെച്ച ഒരാളെ നാം കാണുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ വർഷം എൻ്റെ വയലുകൾ സമൃദ്ധിയായിട്ട് വിളവുണ്ടായി, അതുകൊണ്ട് ഞാൻ എൻ്റെ ധാന്യപ്പുരകള് പൊളിച്ചു പണിത് എൻ്റെ ധാന്യങ്ങളെല്ലാം ഞാൻ അവിടെ ശേഖരിക്കും. And God, the word God says in that, you fool, this very night your soul might be required of you. Then what will happen to all this that you have? അവിടെ ദൈവം ഈ മനുഷ്യനെ വിളിക്കുന്നത് ഭോഷനായ മനുഷ്യൻ എന്നാണ്. ദൈവം അദ്ദേഹത്തോട്, ഭോഷ, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ദൈവം ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യുമെന്ന്. So to focus only on this world, when you're focused only on this world, you sometimes do things which are foolish from an eternal perspective. നമ്മൾ ഈ ലോകത്തെ മാത്രം കേന്ദ്രീകരിച്ച് ഈ ലോകത്തെ മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുമ്പോൾ നിത്യമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ പരാജയപ്പെട്ടു പോകാം. In Psalms 90, Psalms of Moses, there's a verse, Psalms 90 verse 12, it says, where Moses says, teach me to number my days that I might get a heart of wisdom. 90-ാം സങ്കീർത്തനത്തില് സങ്കീർത്തകനായ മോശ അതിന്റെ 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാന് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ പഠിപ്പിക്കണമേ എന്ന്. People whose days are numbered usually have a wiser perspective of life. തങ്ങളുടെ നാളുകളെ എണ്ണപ്പെട്ട വ്യക്തികള് അവർക്ക് തങ്ങളുടെ കാര്യങ്ങളെ ക്രമീകരിക്കാൻ കൂടുതലായിട്ട് ജ്ഞാനം ഉണ്ടാകും. There is a book called When Breath Becomes Air. I don't know if some of you have read that book. It's written by a neurosurgeon who was going about his neurosurgery rotations. He was about to qualify as a highly paid neurosurgeon when he discovers that he's got malignancy which is sort of spread to his whole body. ഒരു ന്യൂറോ സർജൻ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ശ്വാസം വായുവായി തീരുമ്പോഴെന്ന്. അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു ന്യൂറോ സർജൻ ആയിരുന്നു. അദ്ദേഹം ഈ ഒരു പദവിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, തനിക്ക് വളരെ സാരമായിട്ടുള്ള ഒരു രോഗം തന്റെ ശരീരം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞു എന്ന്. And they said you have around 6 months to live, maximum. തന്റെ രോഗം കണ്ടുപിടിച്ചവർ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി 6 മാസം ഏറ്റവും പരമാവധി ജീവിക്കുവാൻ കഴിയും. And so somebody who was in his mid-30s, suddenly his perspective on life changed. 30-ാമത്തെ വയസ്സിന്റെ മധ്യത്തില് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകള് പെട്ടെന്ന് മാറി. And there is another person who wrote a book called Perspectives of the Dying. This book is written by someone who is in palliative care, who looks after dying patients. മരിക്കുന്നവരുടെ കാഴ്ചപ്പാടുകളെ കുറിച്ച് ഒരു പുസ്തകം ഒരു വ്യക്തി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഈ പാലിയേറ്റീവ് കെയറിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. And there were 5 commonly repeated things by people who are dying, the regret of the dying. 5 മരിക്കുന്നവരുടെ പൊതുവായി കാണപ്പെടുന്ന 5 കാര്യങ്ങള്, ആവർത്തിച്ച് കാണുന്ന 5 കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. Regret number 1 was, I wish I had the courage to live a life true to myself, not the life others expected of me. അവർക്കുണ്ടായിരുന്ന കുറ്റബോധം എന്ന് പറഞ്ഞാല്, ഞാൻ എൻ്റെ ജീവിതം സത്യസന്ധമായിട്ട് എന്റേതായ രീതിയിൽ ജീവിക്കുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിന്നല്ല. Second one, I wish I hadn't worked so hard. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇത്ര കഠിനമായിട്ട് ജോലി അധ്വാനിക്കേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. That's strange. Nobody said no.
I'm so happy I worked so hard my whole life for 18 hours. വളരെ അപൂർവമായിരിക്കുന്നു, വളരെ അതിശയകരമായിട്ടൊരു കാര്യമാണ്. ആരും പറഞ്ഞില്ല ഞാൻ ഇത്ര കഠിനമായി അധ്വാനിച്ചതിൽ സന്തോഷിക്കുന്നുവെന്ന്. Third one, I wish I had the courage to express my feelings. മൂന്നാമത്തെ കാര്യം, എന്റെ വികാരങ്ങളെ പ്രകടിപ്പിക്കുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, അതിനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Fourth one, I wish I had stayed in touch with my friends. നാലാമത്തെ കാര്യം, ഞാൻ എൻ്റെ സ്നേഹിതരുമായിട്ട് സ്ഥിരമായിട്ടുള്ള ഒരു സമ്പർക്കത്തിലായിരുന്നു എന്ന് ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. Even in the era of WhatsApp and Facebook, you can say hi, bye and all, but it might not be a very meaningful relationship. ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്തെ നമുക്ക് വാട്സപ്പ് വഴിയൊക്കെ ഹായും ബൈയും ഒക്കെ പറയാം, പക്ഷെ ഒരു സ്ഥായിയായിട്ടുള്ള ഒരു ബന്ധത്തിൽ ആയിരിക്കണമെന്നില്ല. Fifth one, അഞ്ചാമത്തെ കാര്യം, I wish I had let myself be happier. ഞാന് കൂടുതൽ സന്തോഷവാനായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Now these are perspectives of people who didn't have much more time to live. ഇത് അധിക സമയമൊന്നും ഇനി ജീവിതത്തിൽ ശേഷിച്ചിരിക്കാത്തവരുടെ ഒരു കാഴ്ചപ്പാടാണ്. Then their days were numbered. They knew there were just few more days left. അവരുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടതായിരുന്നു. അവർക്കറിയാമായിരുന്നു ഇനി അവർക്ക് അധികം ദിവസങ്ങളൊന്നും മുന്നോട്ടില്ല. Suddenly they realized that so much of the things that we were running after, doing after was now, didn't make much sense to them. പെട്ടെന്ന് അവർക്ക് ഈ ഒരു കാഴ്ചപ്പാട് ലഭിച്ചു. അവര് വ്യാപൃതരായിരുന്ന, അവർ ഓടിക്കൊണ്ടിരുന്ന പല കാര്യങ്ങൾക്കും ഇപ്പോൾ വലിയ അർത്ഥമൊന്നുമില്ല. They were able to get a wisdom which was not there in those who are in the rat race running in the world. ലോകത്തില് ഓടിക്കൊണ്ടിരിക്കുന്ന പലരെക്കാളും അധികമായിട്ടുള്ള ഒരു ജ്ഞാനം അവർക്ക് പെട്ടെന്ന് ലഭിച്ചു. They were wiser than the people of the world. അവര് ലോകത്തിലുള്ളവരെക്കാളും ജ്ഞാനികളായിരുന്നു. But as long as they have not experienced of the one who holds the treasures of wisdom and knowledge, they have not reached the level of wisest. അവര് യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനത്തിന്റെ ഉറവിടമായ ആ ഉറവിടത്തെ അവര് കണ്ടെത്താത്തിടത്തോളം കാലം അവര് ജ്ഞാനികളായിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. See, the survey of dying people was done among the general population somewhere. I think it was in Australia and in the West. They were not, we don't know how many of them were believers. So it's a general perspective. So they were wiser than those who were in the rat race, but not the wisest. ഈ ഒരു സർവേ അല്ലെ, ഈ ഒരു കണക്കെടുപ്പ് നടത്തിയത് ഓസ്ട്രേലിയയിലോ അല്ലെ പാശ്ചാത്യ ലോകത്ത് എവിടെയോ ആണ്. അത് പൊതുവായിട്ടുള്ള ഒരു സമൂഹത്തിലാണ്, വിശ്വാസികളുടെ ഇടയിൽ മാത്രമല്ല. അതിന്റെ ഫലമായിട്ട് അവർ കണ്ടെത്തിയ ഒരു കാര്യമാണ്, ലോകത്തിലുള്ളവരെക്കാളും അവർ ജ്ഞാനികളായിരുന്നു. എന്നാൽ ജ്ഞാനികളായിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. But the perspective of the one who has experienced the wisdom of God, who had lived, who had followed after that, we see that in the Apostle Paul. എന്നാൽ ദൈവത്തിൻ്റെതായ കാഴ്ചപ്പാടില്, ദൈവത്തിൻ്റെതായ ജ്ഞാനത്തിൽ ജീവിച്ച ആ വ്യക്തി അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. We can maybe just read that verse, 1 Timothy chapter 4 verse 6 to 8. 1 തിമോഥെയോസിന്റെ ലേഖനത്തില് 1-ാമത്തെ അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളില് നമുക്കത് കാണാൻ കഴിയും. 1 Timothy chapter 4 verse 6 to 8. 1 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും 2 Timothy chapter 4 verse 6 to 8. 2 തിമോഥെയോസിന്റെ ലേഖനം 2 Timothy 4 verse 6. 4-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു.
അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. You see that? No regret. He's at the end of his life, he's saying, I have run the race. Now there is set for a crown. Can we have that same assurance at the end of our lives that I have run the race? What God wanted me to do, I have done with my life. ഇവിടെ പൗലോസിന്റെ ഈ കാര്യം നാം വായിക്കുമ്പോൾ പൗലോസിന് ഇവിടെ യാതൊരുവിധ നഷ്ടബോധവുമില്ല. പൗലോസിനെ പോലെ നമ്മുടെയും ജീവിതത്തിന്റെ അവസാനം നമുക്ക് പറയാൻ കഴിയുമോ, ഞാൻ എൻ്റെ ഓട്ടം ഓടി, ഞാൻ നല്ല പോര് പൊരുതി എന്ന് പറയുവാൻ കഴിയുമോ? So now with that as my introduction itself was so long. So shall we go to the main text for today? എന്റെ ആമുഖം പ്രസംഗം തന്നെ നീണ്ടുപോയെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ വേദഭാഗത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. Philippians chapter 3. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം verse 12 to 14. 3-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങള്. 12-ാം വാക്യം, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. I press on to take hold of that for which Christ Jesus has taken hold of me. ഞാൻ പിമ്പിലുള്ളത് മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ടും ക്രിസ്തയേശുവിന്റെ പരമവിളിക്കായി ഓടുന്നു. In verse 12 he starts by saying, not that I have obtained this or am already perfect. Here's Paul saying he's sort of acknowledging that I have not reached perfection. 12-ാം വാക്യത്തില് പൗലോസ് ഇത് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഞാൻ ഇത് നേടി എന്നല്ല, ഞാൻ എല്ലാത്തിലും തികഞ്ഞവനായി എന്നല്ല. He says, but I press on to take hold of that for which Christ has taken hold of me. എന്നാല് ഞാൻ മുന്നിലേക്ക് ആഞ്ഞുകൊണ്ടിരിക്കുന്നു, ലാക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തയേശു എന്നെ എന്തിനു വേണ്ടി പിടിച്ചുവോ അതിനായിട്ട്. So why has Christ taken a hold of me? എന്തിനാണ് ക്രിസ്തയേശു എന്നെ പിടിച്ചിരിക്കുന്നത്? Why has Christ taken a hold of us? എന്തിനാണ് അവൻ നമ്മെ പിടിച്ചിരിക്കുന്നത്? You can sometimes live life like this, saying that Christ has taken a hold of me so that I have eternal life. ചില അവസരത്തിൽ നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, ക്രിസ്തയേശു എന്നെ പിടിച്ചിരിക്കുന്നത് നിത്യമായ ജീവിതത്തിന് വേണ്ടിയാണ്. It's like it's like he's given me eternal life. Now I'll live my life, and when I die, then I'll go to be with him forever. അത് ഇങ്ങനെ പറയുന്നതിന് തുല്യമായിരിക്കും. ക്രിസ്തയേശു എനിക്ക് നിത്യമായ ജീവൻ തന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ എന്റെ ജീവിതം ഇവിടെ ജീവിക്കും, അതിനുശേഷം ഞാൻ മരിച്ച് കഴിയുമ്പോൾ നിത്യതയിലേക്ക് പോകും. Thank you, God. I'm so happy. I'm so grateful all that you have done. ദൈവമേ, ഞാൻ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. അങ്ങ് ചെയ്ത എല്ലാ കാര്യത്തിനായിട്ടും നന്ദി കരയറ്റുന്നു. So now when I die, I live all my life what I want to do, and then when I die, I'm going to be with you. ഞാൻ എന്റെ ജീവിതം ജീവിച്ച് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തിട്ട് മരിച്ച് ഞാൻ നിത്യതയിലേക്ക് പോകും. It's like you won a lottery. അത് ഇങ്ങനെയാണ്, ഞാൻ ഒരു ലോട്ടറി ലഭിക്കുന്നത് പോലെയാണ്. I mean, you didn't do anything for it. You have won it now, and now you're just waiting to enjoy that lottery which you won. നമ്മൾ അതിനായിട്ടൊന്നും ചെയ്തില്ല. ലോട്ടറി കിട്ടി, അത് കൈ കിട്ടിക്കഴിഞ്ഞ് അതുമായി ജീവിതം ആസ്വദിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ്. Or is it that you have been chosen? It's not that you have chosen to win a lottery. Or is it that you have been chosen to be his co-workers? അത് നമുക്ക് ലോട്ടറി കിട്ടുന്നതിന് വേണ്ടി നാം തിരഞ്ഞെടുത്തത് പോലെയല്ല, അവന്റെ സഹപ്രവർത്തകരായിട്ട് നമ്മെ തിരഞ്ഞെടുത്തതിനാണ്. In the verse, we always love to say that verse, no? When Jesus says, I no longer call you servants, but I call you friends. ഈ ഒരു വാക്യം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട വാക്യമാണ്. ഇനി മുതല് ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, മറിച്ച് നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാണ്. So it's like, Jesus is my friend.
അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി യേശു എന്റെ സ്നേഹിതനാണ്. And then he goes on to say, because you are a friend who knows the will of the Father. You know what the Father wants and the Father desires of you, and what is his, likes and what he wants of you. തുടർന്ന് യേശു പറയുന്നുണ്ട്, നിങ്ങള് സ്നേഹിതന്മാരെന്ന നിലയിൽ നിങ്ങൾക്ക് പിതാവിന്റെ ഇഷ്ടം അറിയാം. പിതാവിന്റെ ഹിതം അറിഞ്ഞ് ആ പിതാവിന്റെ ഇഷ്ടം തുടർന്നും ചെയ്യുന്നവരായിരിക്കും. So Paul is saying here, I'm pressing on to take hold of that for which Christ has taken hold of me. ഇവിടെ പൗലോസ് പറയുന്നത്, ക്രിസ്തേശു എന്തിനു വേണ്ടി എന്നെ പിടിച്ചോ ആ ലാക്കിലേക്കായി ഞാൻ മുന്നോട്ട് ആഞ്ഞുകൊണ്ടിരിക്കുന്നു. And then he says, but one thing I do, forgetting what lies behind, straining forward to what lies ahead. വീണ്ടും പൗലോസ് ഇവിടെ പറയുന്ന ഒരു കാര്യം, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനായി ഞാൻ ആഞ്ഞും കൊണ്ട് മുന്നോട്ട് പോകുന്നു. What is it that he is forgetting? എന്താണ് പൗലോസ് മറന്നു പോകുന്നത്? If you read the previous verses from verse 4 onwards, we see that what are the things that Paul was doing before he had an encounter with Jesus. 4-ാം വാക്യം മുതൽ നാം വായിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവുമായിട്ടുള്ള കണ്ടുമുട്ടലിന് മുൻപായി പൗലോസ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയും. Before he had an encounter with Jesus, Paul says, I was someone who had so much confidence in who I was, in my flesh, in who I am. ക്രിസ്തേശുവുമായിട്ടുള്ള കണ്ടുമുട്ടലിന് മുൻപായിട്ട് പൗലോസ് പറയുന്നത്, എനിക്ക് എന്റെ ജഡത്തില് വളരെ അധികം പ്രശംസിക്കുവാന് ഉണ്ടായിരുന്നു. He says, I had a very privileged birth, born in a privileged family. ഞാൻ വലിയ പദവിയിലുള്ള ആളായിരുന്നു. ഞാനൊരു വലിയ ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. And as to someone who was following the law, I was blameless. ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ കുറ്റമില്ലാത്തവനായിരുന്നു. That was his view of himself. I'm such a good guy. I'm such a religious and nice person. അതായിരുന്നു പൗലോസിന് തന്നെ കുറിച്ച് തന്നെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാട്. താന് നല്ലൊരു വ്യക്തിയാണ്, മതപരമായിട്ട് യാതൊരുവിധ ആക്ഷേപവും ഉന്നയിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ജീവിതമുള്ളയാള്. As for zeal, I had so much zeal. I was persecuting the church. I was doing so much for my religion. എനിക്ക് തീഷ്ണതയെ കുറിച്ച് പറയുമ്പോൾ അത്രമാത്രം തീഷ്ണത ഉണ്ടായിരുന്നതിനാല് സഭയെ എന്റെ മതത്തിനു വേണ്ടി ഞാൻ പീഡിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു. And then he had an encounter with God, with Jesus. അപ്പോൾ പൗലോസിന് യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലുണ്ടായി. And it was when he was blinded by that light and when he had to be led by other people into a room, it was in that darkness, in that brokenness, that he realized who he really was, that he was nothing. അവന് യേശുക്രിസ്തുമായുള്ള കണ്ടുമുട്ടലില് വന്ന ആ പ്രകാശത്തില് പൗലോസ് അന്ധനായി തീരുകയും പൗലോസിനെ കരങ്ങൾ പിടിച്ച് നടത്തുകയും ചെയ്ത ആ ഇരുട്ടില് തന്റെ തകർന്ന അവസ്ഥയില് പൗലോസ് തന്റെ അവസ്ഥ താൻ ആരാണെന്നുള്ളതിനെ കുറിച്ച് അവന് ബോധ്യമുണ്ടായി. And in verse 7 he says, whatever gain I had, I counted as loss for the sake of Christ. 7-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്നെണ്ണിയിരിക്കുന്നു. His priorities at that point changed. He said that, it's no longer this, it's not this, all that I'm striving in my flesh, that is not the priority. അവന്റെ മുൻഗണനാക്രമങ്ങള് ആ അവസരത്തില് മാറ്റം വന്നു. അവന്റെ ജഡത്തിൽ അവൻ മുൻഗണന വെച്ച് അധ്വാനിച്ചു കൊണ്ടിരുന്നതിനെല്ലാം അതല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് പൗലോസിന് വന്നു. And then, so that was the first thing, his change in priority. The second thing is verse 8, I count everything as loss because of the surpassing worth of knowing Christ Jesus. ഒന്നാമതായിട്ട് മുൻഗണനയ്ക്ക് മാറ്റം വന്നു. രണ്ടാമത്തെ കാര്യം 8-ാം വാക്യത്തില്, അത്രയുമല്ല എന്റെ കർത്താവായ ക്രിസ്തേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. Knowing Christ Jesus, a deep knowledge of Christ Jesus. ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമായിട്ടുള്ള
ഒരു അറിവ്, പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത. The Greek word is gnosis, which stands for that, deep knowledge, a deep knowledge. ഗ്രീക്ക് പദമായ ഗ്നോസിസിന്റെ അർത്ഥം പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത, അതിന്റെ ആഴം. So when Christ takes a hold of us, first our priorities need to change. അതിനാൽ ക്രിസ്തു നമ്മളെ പിടിച്ചു കഴിയുമ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ മുൻഗണന മാറണം. Second, we need to have a deep, growing knowledge of Christ. രണ്ടാമതായിട്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ അറിവ് ആഴത്തിൽ വർദ്ധിക്കണം. Sometimes, the knowledge about God, about Christ is there with us. We have the word of God with us, because the word of God reveals what God loves, what is the personality of God, what is the things that he likes, what is the things that he dislikes. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നമുക്കുണ്ടാകുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നും ദൈവത്തിന് എന്താണ് അഹിതമായിട്ടുള്ളത് എന്നും നാം തിരിച്ചറിയുന്നു. So if I say that I know a person, or if I just make up things, that is not what that person might really like or dislike. ഞാൻ ഇങ്ങനെ പറയുകയാണ്, എനിക്കൊരു വ്യക്തിയെ അറിയാം, അല്ലെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ എന്റേതായ രീതിയിൽ ഉണ്ടാക്കി പറഞ്ഞു കഴിഞ്ഞാല് അതായിരിക്കണമെന്നില്ല ആ വ്യക്തിക്ക് ഇഷ്ടമായതും ഇഷ്ടമല്ലാത്തതും. Like I can just start making up things like because I feel like it to suit myself. I might try saying like, oh, my wife loves me so much, she does not mind me smoking and drinking in the house because she loves me so much, she just overlooks all that. എനിക്ക് എന്റേതായ കാര്യങ്ങളിൽ പല കാര്യങ്ങളും ഉണ്ടാക്കി പറയാൻ പറ്റും. എന്റെ ഭാര്യ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നതിനാൽ ഞാൻ വീട്ടില് പുകവലിക്കുന്നതും മദ്യപിക്കുന്നതൊന്നും അവൾക്ക് പ്രശ്നമല്ല, കാരണം അവൾ എന്നെ ആഴത്തിൽ സ്നേഹിക്കുന്നു. But the reality might be that she totally hates that. എന്നാൽ യാഥാർത്ഥ്യം ചിലപ്പോൾ ഇതിന് നേരെ വിപരീതമായിട്ടുള്ളതായിരിക്കും. അവൾ ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും വെറുക്കുന്നതായിരിക്കും. So also you might say, I feel God is like this, I feel God is like that. But that is not, that is a different God then. It's not the God that is revealed in the Bible. അതുപോലെ തന്നെ നമുക്കും ദൈവത്തെ കുറിച്ച് പറയാം, ദൈവം ഇതാണ്, ദൈവം അതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവം അതായിരിക്കണമെന്നില്ല. So once we come to that realization of who he is, once we have an encounter with him, then it's our duty to know what is his personality, what is it that he likes, what is it that he dislikes, what is his heart's desire. നാം അവനുമായിട്ടുള്ള ആ കണ്ടുമുട്ടൽ, അവനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ എന്താണ്, അവൻ അനിഷ്ടമായിട്ട് എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക എന്നുള്ള, അവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. There's this thing from Exodus, portion from Exodus, where Moses, Moses when he started out had no idea about God. പുറപ്പാടിന്റെ പുസ്തകത്തില് ഇവിടെ ഒരു ഭാഗമുണ്ട്. മോശ തന്റെ യാത്ര ആരംഭിച്ചപ്പോൾ ദൈവത്തെ കുറിച്ച് യാതൊരുവിധ അറിവുമില്ലായിരുന്നു. He was raised as a prince of Egypt, so he was trained in all the Egyptian ways, so he didn't have much knowledge about Yahweh. മോശ ഫറവോന്റെ കൊട്ടാരത്തിലാണ് വളർത്തപ്പെട്ടത്. അതിനാല് യഹോവയെ കുറിച്ച് മോശയ്ക്ക് വലിയ അറിവൊന്നുമില്ലായിരുന്നു. But he was so eager to know more about God. In Exodus 33 he says, Lord, if I have found favor with you, show me your ways that I may find favor with you. എന്നാൽ മോശയ്ക്ക് തീഷ്ണമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ദൈവത്തെ അറിയുവാനായിട്ട്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തില് മോശ ദൈവത്തോട് പറയുന്നു, ദൈവമേ, നിനക്ക് എന്നോട് പ്രസാദമുണ്ടെങ്കിൽ കൂടുതൽ നിന്നെ അറിയുവാനായിട്ട് നിന്നെ തന്നെ എനിക്ക് വെളിപ്പെടുത്തി തരണം. അത് നിനക്ക് എന്നോടുള്ള പ്രസാദമാണെന്ന് ഞാൻ അറിയും. That's how God, we build our relationship with God. We say, we do something that God loves, and God is pleased with us, and he says, okay God, show us something more so that I may find more favor with you. അങ്ങനെയാണ് നാം ദൈവവുമായിട്ടുള്ള ബന്ധത്തില് കൂടുതലായിട്ട് വളരുന്നത്. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം നാം ചെയ്തു കഴിയുമ്പോൾ, ദൈവത്തിന്റെ ആ പ്രസാദത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തോട് നാം പറയുന്നു, കൂടുതൽ
അങ്ങേക്ക് ഇഷ്ടമായ കാര്യങ്ങൾ ചെയ്യുവാൻ നീ എന്നെ സഹായിക്കണം. Christ has taken us so that taken a hold of us so that we can grow in that knowledge of Christ. കർത്താവ് ക്രിസ്തു നമ്മെ പിടിച്ചിരിക്കുകയാണ്. അതുവഴി നമുക്ക് അവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തില് വളരുവാൻ കഴിയുവാൻ. Verse 9 says, so that we may be found in him, not having a righteousness of my own that comes from the law, but that which comes through faith in Christ. 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും. Just few verses before in 6 we read that he said, as to righteousness under the law, blameless. That's what he thought. That's what Paul thought, that when he was a Jew following the law, he said that as to righteousness under the law, I thought I was blameless. ഇതിനു മുൻപ് 6-ാം വാക്യത്തില് പൗലോസ് തന്നെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യനാണ്. അതാണ് പൗലോസ് തന്നെ കുറിച്ച് തന്നെ ന്യായപ്രമാണവുമായി വെച്ച് നോക്കുമ്പോൾ പറയുന്നത്. But when he had that encounter with Jesus, he realized when he was face to face with Jesus, all that was in his heart was totally exposed before God. എന്നാൽ പൗലോസ് ക്രിസ്തുവുമായിട്ട് മുഖാമുഖം കണ്ടപ്പോൾ ക്രിസ്തുവുമായിട്ടുള്ള ആ കണ്ടുമുട്ടലില് അവൻ തന്നെ പൂർണ്ണമായിട്ടും തന്റെ ഹൃദയത്തെ തന്നെ വെളിപ്പെടുവാൻ ഇടയായി. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. Sometimes we can start off with grace. We can start off with grace saying, oh Lord, I'm a sinner, you saved me. But then you can move back into trying to work out things with your own righteousness. ചില അവസരത്തില് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും, അവന്റെ കൃപയില് നാം വന്നിട്ട് ആ കൃപയിൽ നിന്ന് പുറകോട്ട് മാറി നമ്മുടേതായ കാര്യങ്ങൾ നമ്മുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ. That's why Paul is talking about something which is in a continuous tense, to be not having a righteousness, but it's like pressing on, always knowing that I can't do this on my own. I can't try to be good before God on my own. I need his grace. അതുകൊണ്ടാണ് പൗലോസ് തുടർമാനമായിട്ടുള്ള ഒരു അർത്ഥത്തില് പറയുന്നത്, തുടർച്ചയായിട്ട് പൗലോസ് പറയുന്നത്, എനിക്ക് എന്റേതായ കഴിവില് എന്റേതായ നീതിയിൽ ഇത് ചെയ്യാൻ കഴിയത്തില്ല, എന്നാൽ എനിക്ക് കൃപ ആവശ്യമാണ്. അത് ദൈവത്തിൽ നിന്നുള്ള ആ കൃപയിലെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. So this year also we need to press on in grace. Press on in grace. അതിനാല് ഈ വർഷവും നമ്മൾ കൃപയിൽ മുന്നോട്ട് ആയേണ്ടിയിരിക്കുന്നു. Verse 10 says that I may know him and the power of his resurrection. 10-ാം വാക്യത്തിൽ അവൻ പറയുന്നത്, ഞാൻ അവനെ അറിയുകയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെ അറിയുകയും ചെയ്യുന്നതിന്. In this verse 10 it says that I may know him. This know that is written there, this is actually a different Greek word from what we, slightly different Greek word. 10-ാം വാക്യത്തില് ഞാൻ അവനെ അറിയുവാന്, it comes from a Greek word ginosko, which is more of knowing in a sense of an intimate relationship. അത് ഗ്രീക്ക് പദത്തിലായ ഗിനോസ്കോ എന്നതിലാണ്. അതിന്റെ അർത്ഥം ഞാൻ കൂടുതൽ ആഴത്തില് അടുപ്പത്തില് അവനെ അറിയുന്നതിനെ കുറിച്ച്. How has our relationship with Christ been this last year? Was there a growing intimacy with Christ? കഴിഞ്ഞ ഒരു വർഷക്കാലം എങ്ങനെയായിരുന്നു ക്രിസ്തുവുമായിട്ടുള്ള എൻ്റെ ആ ആത്മബന്ധം? ആ ബന്ധത്തിൽ ഞാൻ കൂടുതൽ വളരുകയായിരുന്നു. Paul is saying I need to press on so that this friendship, that intimate friendship with Christ keeps growing. പൗലോസ് പറയുകയാണ്, ഞാൻ ഇതിനായിട്ട് മുന്നോട്ട് ആഞ്ഞുകൊണ്ടിരിക്കേണ്ടിയിരിക്കുന്നു, അവനുമായിട്ടുള്ള ഈ ആത്മബന്ധത്തില് വർദ്ധിച്ചു വരുവാൻ. There's a song, knowing you Jesus, there is no greater thing. ഇങ്ങനെ ഒരു പാട്ടുണ്ട്, കർത്താവേ ഞാൻ നിന്നെ അറിയുന്നതിലും അധികമായിട്ട് അതിലും ശ്രേഷ്ഠമായി മറ്റൊന്നില്ല. Jesus, the high priestly prayer, he says, this is eternal life, that they may know you. That is the same word, ginosko, that they may intimately know you. That is eternal life. യേശുവിന്റെ മഹാപുരോഹിതന്റെ പ്രാർത്ഥനയിൽ ഇപ്രകാരം യേശു പ്രാർത്ഥിക്കുന്നുണ്ട്,
അവര് നിന്നെ അറിയേണ്ടതിന്. So eternal life is not you die and then you go into heaven. That is not the starting. Eternal life starts here when you have that intimate close walking relationship with Christ. നിത്യമായ ജീവിതം എന്ന് പറയുന്നത് മരിച്ചതിന് ശേഷം നമ്മൾ നിത്യതയിലേക്ക് പോകുന്നതല്ല. അത് ഇവിടെ തന്നെ ആരംഭിച്ച് നമ്മുടെ നടപ്പിൽ നാം ദൈവമായിട്ടുള്ള ആത്മബന്ധത്തില് മുന്നോട്ട് പോകുന്നത്. The next thing he says, that I may know him and the power of his resurrection. അടുത്തതായിട്ട് പറയുന്നത് ഞാൻ അവനെ അറിയുകയും അവന്റെ പുനരുത്ഥാന ശക്തിയെ അറിയുകയും ചെയ്യുവാൻ. In Ephesians we read that the same power that rose Christ from the grave is at work within us. എഫെസ്യ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തി നമ്മളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. This past year you might have faced dead situations where you thought that it's impossible to come out of this situation. കഴിഞ്ഞ വർഷം നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചിരിക്കും. മരണതുല്യമായിട്ടുള്ള സാഹചര്യങ്ങൾ, അതിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരുവാൻ കഴിയാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങൾ. Maybe the next year looks hopeless. Even now you're saying that this thing is not going to change. This thing is not going to come alive in 2024. അടുത്ത വർഷത്തേക്ക് നാം നോക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കാം, ഈ സാഹചര്യത്തിൽ ഒരു മാറ്റവും അടുത്ത വർഷം വരികയില്ല, അതൊന്നുകൂടി മോശമായിട്ട് വരിക, ഇതില് 2024 വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. But the same power that rose Christ from the grave is at work within us. ക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തി നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. And nothing shall be impossible for God. ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. There's no habit, there's no addiction, there's no weakness that he cannot overcome. യാതൊരുവിധ ശീലങ്ങളും അടിമത്വങ്ങളും അവന് മറികടക്കാൻ, അവന് ജയിക്കാൻ കഴിയാത്തതായിട്ട് യാതൊന്നും ഇല്ല. Maybe it's a family member who you think that you will that looks like a hopeless case, that you may never never come spiritually alive, but for God nothing is impossible. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം തന്നെയായിരിക്കും ആത്മീയമായിട്ട് യാതൊരുവിധ പ്രത്യാശയുമില്ലാതെ അവൻ യാതൊരുവിധ ഉയർച്ചയിലേക്കും വരികയില്ല എന്ന് ചിന്തിക്കുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിലും ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. As one person said, there is no pit that is too deep or too dark where God's love cannot reach. ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞതുപോലെ, ഒരു കുഴിയും അത്രമാത്രം ആഴമുള്ളതും ഇരുട്ട് നിറഞ്ഞതും ദൈവസ്നേഹം കടന്നു ചെല്ലാൻ കഴിയാത്തതായിട്ടുള്ള ഒരു ആഴവും ഇല്ല. Then we read on, that I may share his sufferings. നമ്മളെ തുടർന്ന് വായിക്കുന്നു, ഞാൻ അവന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കുചേരുന്നതിന്. That's something we don't want to hear for 2024. Please, no suffering. 2024 നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് കഷ്ടാനുഷ്ഠങ്ങളൊന്നും വേണ്ട. Like everything else is good. We talk about overcoming impossibilities, but the suffering part, please leave out. എല്ലാം നന്നായിരിക്കുന്നു, അസാധ്യമായിട്ടുള്ള കാര്യങ്ങളെ എല്ലാം സാധ്യമാകുകയും അതിലെല്ലാം ജയിക്കുന്നത്, പക്ഷെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് മാത്രം വേണ്ട. Don't maximum viewers for your prophecy just say that 2024 will be the ultimate year. Everything, all the roads, all the joy, everything, nothing bad will happen. എന്നാൽ പ്രവചനമായിട്ട് 2024 കുറിച്ച് ഇങ്ങനെ പറയൂ, 2024 അസാധ്യമായിട്ട് ഒന്നുമില്ല, എല്ലാം സാധ്യമാകുകയും ആകുന്ന ഒരു വർഷമായിട്ട് പ്രവചിക്കുവാൻ. Paul is writing this from prison. He's writing this while he's in prison. പൗലോസ് ജയിലിലായിരിക്കുമ്പോൾ ആണ്, ജയിലിൽ നിന്നാണ് ഈ ഭാഗം എഴുതുന്നത്. But he's not sitting and whining or crying in prison. എന്നാൽ ആ ജയിലിലിരുന്ന് അവന് പരിതപിക്കുകയോ നിലവിളിക്കുകയോ അല്ല. He's actually encouraging the people who are outside prison, saying, "Rejoice, the Lord rejoice always." He's encouraging them. വാസ്തവത്തില് പൗലോസ് ജയിലിന് വെളിയിലുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്, സന്തോഷിക്കുവാനും ധൈര്യപ്പെടുവാനുമായിട്ട്.
The word says, Jesus says, if they persecuted me, they're going to persecute you also. യേശു പറഞ്ഞു, അവര് എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളെയും പീഡിപ്പിക്കും. Same in Philippians 1 verse 20 and 29 it says, verse 29, Philippians 1:29, for it has been granted to you that for the sake of Christ you should not only believe in him but also suffer for his sake. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൽ 29-ാം വാക്യത്തില് ഇങ്ങനെ വായിക്കുന്നു, അത് ദൈവം തന്നെ വെച്ചതാകുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. So who granted it? അല്ല, ആരാണ് ഇത് നൽകിയത്? Who granted? God granted. ദൈവം അല്ലേ നൽകിയത്? Then we also pray to God. God, remove all the suffering. God granted it, and we are saying like, ദൈവം ഇത് തന്നു, എന്നാൽ നാം ദൈവത്തോട് പറയാൻ, ദൈവമേ എല്ലാ കഷ്ടങ്ങളും എടുത്തു മാറ്റണമേ എന്ന്. It says all who choose to live godly lives will be persecuted. ദൈവികമായ ഒരു ജീവൻ നയിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡനം അനുഭവിക്കേണ്ടി വരും. A few days back there was an article in the news. I don't know if any of you read it. That in the tribals in North, they were planning to have a mass protest, saying that tribals who have converted to Christianity, preservation should be taken away from them. നോർത്ത് ഈസ്റ്റില് ഉള്ള, I think ജാർഖണ്ഡിലുള്ള ക്രിസ്ത്യാനികള്, അതായത് ട്രൈബൽസിന്റെ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവരെ കുറിച്ച് ഒരു ലേഖനം ഉണ്ടായിരുന്നു. അവര് ഇങ്ങനെ വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോവുകയാണ്. അവർ അങ്ങനെ വന്നവർക്കുള്ള എല്ലാവിധ ഗവൺമെന്റ് ഉള്ള റിസർവേഷനും എടുത്തു മാറ്റണമെന്നും പറഞ്ഞു. They're saying because they are getting money from the Western governments because they became Christian. കാരണം അവര് പറയുന്നത് പാശ്ചാത്യ ലോകത്തിൽ നിന്ന് അവർക്ക് പണം ലഭിച്ചത് കൊണ്ടാണ് അവർ ക്രിസ്ത്യാനികളായി തീർന്നത്. Western governments are even more strict than other governments in punishing the Christians. പാശ്ചാത്യ ലോകത്തിലെ ഗവൺമെന്റ് അധികാരികൾ മറ്റ് ഗവൺമെന്റിനേക്കാളും കഠിനമായിട്ട് ശിക്ഷിക്കുന്നവരാണ്. But this is going to be, the general view that if you bear the name of Christ, you have to be willing to suffer for that. ഇത് പൊതുവായിട്ട് വരാൻ പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ക്രിസ്തുവിന്റെ നാമം വഹിക്കുന്നുവെങ്കിൽ പീഡനവും സഹിക്കുവാൻ തയ്യാറായിക്കൊള്ളുക. 1 Peter chapter 4 verse 19. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം. It says, let those who suffer according to God's will entrust their souls to a faithful creator while doing good. 19-ാം വാക്യം അതിങ്ങനെ നാം വായിക്കുന്നു, അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിൽ ഭരമേൽപ്പിക്കട്ടെ. Sometimes you might be called to suffer and might be in the will of God. ചില അവസരങ്ങളിൽ നിങ്ങൾ കഷ്ടം സഹിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരം ആയിരിക്കും. So at that time, what should be our attitude? ആ സമയത്ത് നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? Are we going to revolt or rebel against all those people? ആ സമയത്ത് അങ്ങനെയുള്ള വ്യക്തികൾക്കെതിരായിട്ട് നാം മത്സരിക്കുമോ? Let those who suffer according to God's will entrust their souls to a faithful creator while continuing to do good. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിൽ ഭരമേൽപ്പിക്കട്ടെ. So this year, let us take hold of that for which Christ has taken hold of us. അതിനാല് ഈ വർഷം ക്രിസ്തു എന്തിനു വേണ്ടി നമ്മളെ പിടിച്ചിരിക്കുന്നു ആ കാര്യങ്ങളെ നമുക്ക് മുറുകെ പിടിക്കാം. He's not just taken hold of us so that we'll have be with him in eternity. Yes, that's a very important part, but there's so much more to it. അവൻ നമ്മളെ പിടിച്ചിരിക്കുന്നത് നിത്യതയിൽ നാം അവനോട് കൂടി ആയിരിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് തീർച്ചയായിട്ടും, എന്നാൽ അതിനും അധികമായിട്ടുള്ള കാര്യങ്ങൾക്കാണ്. Sometimes our priorities need to change. We need to forget what lies behind and look forward. There should be a change in priority.
ചില അവസരത്തിൽ നമ്മുടെ മുൻഗണന മാറേണ്ടിയിരിക്കുന്നു. പിൻപിലുള്ളതിനെ മറന്ന് മുൻപിൽ ഉള്ളതിനെ പിടിക്കുവാൻ വേണ്ടി നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ടിയിരിക്കുന്നു. There's so much more we need to know about him, know his desires, his likes, his dislikes. There's so much more to know from the word of God. നമ്മൾ അധികമായിട്ട് അവനെ കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് അറിയേണ്ടിയിരിക്കുന്നു. അവന്റെ ഇഷ്ടങ്ങളും അവന്റെ അനിഷ്ടങ്ങളും എല്ലാം നാം അറിയേണ്ടിയിരിക്കുന്നു. So let's press on into knowing God and knowing his word. അതിനാൽ നമുക്ക് ദൈവത്തെ അറിയുവാനും അവന്റെ വചനത്തെ അറിയുവാനുമായി മുന്നോട്ട് ആഞ്ഞുകൊണ്ടിരിക്കാം. Let's press on into grace, not relying on me trying my best effort to do something right, but depending on the grace, on his righteousness. നമ്മളിൽ തന്നെ ആശ്രയിക്കാതെ, നമ്മുടെ കഴിവില് ആശ്രയിക്കാതെ, അവന്റെ കൃപയിലും അവന്റെ നീതിയിലും ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. Let's press on in growing in intimacy with Christ. ക്രിസ്തുവുമായിട്ടുള്ള ആത്മബന്ധത്തിൽ വളർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് ആഞ്ഞുകൊണ്ടിരിക്കാം. We can know about Christ, we can have Bible study and know about, but at the same time not be having a close intimate relationship. ബൈബിൾ പഠനത്തിലൂടെ നമുക്ക് ക്രിസ്തുവിനെ കുറിച്ച് അറിയുവാൻ കഴിയും, അറിവുള്ളവരായി തീരാം. എന്നാൽ അവനുമായിട്ടൊരു ആത്മബന്ധത്തിൽ വരണമെന്നില്ല. So let's get closer in our relationship with him. അതിനാല് അവനുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ അവനുമായി അടുത്തേക്ക് വരാം. Let's press on into experiencing his power, his resurrection power in our lives. അവന്റെ പുനരുദ്ധാന ശക്തി കൂടുതലായി നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് മുന്നോട്ട് ആയാം. So we need to press on, pray more in our difficult circumstances. We're not seeing breakthroughs. We need to press on in prayer, so that his power is manifest. നമ്മുടെ പ്രയാസമേറിയ സാഹചര്യങ്ങളില് നമ്മൾ മുന്നോട്ട് പോകുവാൻ കഴിയാതെ ആയിരിക്കുന്ന അവസരത്തില് കൂടുതൽ ശക്തമായിട്ട് പ്രാർത്ഥനയില് മുന്നോട്ട് നമുക്ക് ആയാം. And let us press on even at those times when we suffer, that let us press on to continue doing good in the midst of our suffering. നമ്മുടെ കഷ്ടാനുഭവങ്ങളില് കൂടുതൽ ആയിട്ട് നന്മ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. May God give us the grace in this coming year to do his will and to take hold of that for what he has taken hold of us. ദൈവം നമുക്ക് ആവശ്യമായിട്ടുള്ള കൃപ ഈ അടുത്ത വർഷം തരട്ടെ. അവന്റെ കൃപയിൽ മുന്നോട്ട് പോകുവാനായിട്ട്, അവൻ എന്തിനു വേണ്ടി നമ്മെ പിടിച്ചിരിക്കുന്നോ ആ കാര്യങ്ങളിൽ വളരുവാനായി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അവിടുത്തെ തിരുവചനത്തിൽ നിന്ന് ഞങ്ങളോട് സംസാരിച്ചു. കർത്താവെ, അവിടുന്ന് എന്തിനു വേണ്ടിയാണോ ഞങ്ങളെ പിടിച്ചിരിക്കുന്നത് അതിനായിട്ട് മുന്നോട്ട് പോകുവാൻ, ഞങ്ങളുടെ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യം വെച്ചാൽ ആക്കിലേക്ക് ഓടുവാനായിട്ട്, ഞങ്ങളുടെ തന്നെ നീതിയിലും ജഡത്തിലും സ്വയത്തിലും ആശ്രയിക്കാതെ അവിടുത്തെ കൃപയില്, അവിടുത്തെ ശക്തിയിൽ, അവിടുത്തെ നീതിയിൽ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവിടുത്തേക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞ് കഷ്ടതയിലും അങ്ങയുടെ ഹിതം അന്വേഷിച്ച് മുന്നോട്ട് പോകുവാനായി അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, വരും വർഷത്തില് ഞങ്ങള് ഇപ്പോൾ തിരുവചനത്തിൽ നിന്ന് കേട്ടതുപോലെ കഷ്ടങ്ങളുടെ മധ്യത്തില് കർത്താവെ മുന്നോട്ട് പോകുവാനായി അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുവാൻ, ഞങ്ങളുടെ മുൻഗണനകൾക്ക് ഒരു മാറ്റം വരുത്തുവാൻ, അതിനായി പിൻപിലുള്ളതിനെ മറന്ന് അവിടുന്ന് ഞങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ഓടുവാൻ, അങ്ങയെക്കുറിച്ചുള്ള പരിജ്ഞാനത്തില് കൂടുതൽ വളരുവാൻ, അങ്ങുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിൽ ആയിരിക്കുവാൻ, ആത്മബന്ധത്തിൽ അനുദിനം വളരുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ഈ തിരുവചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് അവിടെ ഞങ്ങളോട് സംസാരിച്ച ഈ വചനങ്ങള് കേട്ട് മറന്നു കളയുന്നവരാകാതെ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതുമായി അധ്വാനിക്കുവാൻ
അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഈ പുതുവർഷത്തിന്റെ പടിവാതിക്കൽ ഞങ്ങൾ വന്നു നിൽക്കുമ്പോൾ, അതിലേക്ക് പ്രവേശിക്കുവാന് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ, അങ്ങേക്ക് ഹിതകരമായ തീരുമാനങ്ങൾ എടുത്ത് മുൻപോട്ട് ഞങ്ങളെ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം ശുശ്രൂഷിച്ച അങ്ങയുടെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും കർത്താവെ, കരങ്ങളിൽ ശക്തമായിട്ട് എടുത്തുപയോഗിക്കണമേ. ഇന്ന് വചനം ശ്രവിച്ച ഏവരെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അവിടുന്ന് ഇന്ന് ഇട്ടുകൊടുത്ത ഈ വചനവുമായി അവരധ്വാനിക്കുവാനായിട്ട്, അവരോരോരുത്തരും കർത്താവെ അവിടുത്തെ ഹിതപ്രകാരം മുന്നോട്ട് പോകുവാൻ, അങ്ങയെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുവാൻ അവിടുന്ന് സഹായിക്കണമേ. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. കർത്താവായ യേശു ക്രിസ്തു വഴി. ആമേൻ.